കോഴിക്കോട് പെരുമണ്ണയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ആക്രിക്കട പൂർണ്ണമായും കത്തിനശിച്ചു. തൊട്ടടുത്ത പള്ളിക്കും റേഷൻ കടയ്ക്കും തീപിടിച്ചു. 7 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വാർത്തയുടെ വിശദാംശങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, എപ്പോഴാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്? എന്താണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണം? പ്രാഥമിക നിഗമനം എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ? വൃന്ദ, ഇന്ന് പുലർച്ചെ 2:30 പെരുമണ്ണയിൽ ആക്രിക്കടയ്ക്ക് തീപിടുത്തമുണ്ടായത്. പെരുമണ്ണ സ്വദേശിയായിട്ടുള്ള അബ്ദുറഹ്മാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീ പടരുകയായിരുന്നു. തൊട്ടടുത്ത ബദർ ജുമാ മസ്ജിദിലേക്കും റേഷൻ കടയിലേക്കുമെല്ലാം തന്നെ തീ വ്യാപിച്ചിരുന്നു. നാട്ടുകാർ തുടക്കത്തിൽ തീ നിയന്ത്രണം വിധേയമാക്കാൻ അവർ വെള്ളം കോരി ഒഴിച്ചു മറ്റുമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചിരുന്നു. അതിനിടെ തീ പടരുന്നത് കണ്ട് തൊട്ടടുത്ത കെട്ടിടത്തിൽ വീട്ടിൽ താമസിക്കുകയായിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി താഴേക്ക് ചാടുന്നതിനിടെ വീണ് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് നടുവിനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാർ തുടക്കത്തിൽ നടത്തിയ ശ്രമം വിഫലമായതോടുകൂടി അവർ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു. അങ്ങനെ മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും 3 യൂണിറ്റ് അഗ്നിരക്ഷാ സേനയും ഒപ്പം തന്നെ വെള്ളിമാട് കുന്ന്, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്നും 2 വീതം അഗ്നിരക്ഷാ സേനയും എത്തി മണിക്കൂറുകളോളം ഇവർ പരിശ്രമം നടത്തി. ഇപ്പോൾ ഏകദേശം 90% തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി 10% തീ എന്ന് പറയുന്നത് ഈ ആക്രിക്കടയ്ക്കകത്തുള്ള ഇരുമ്പുകൾക്കിടയിലും മറ്റ് സാധനങ്ങൾക്കുമിടയിലുള്ള നേരിയ ഒരു തീയുണ്ട്, പുകപടലങ്ങളുണ്ട്. അത് പൂർണ്ണമായും ഈ JCBയും ഒപ്പം തന്നെ ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ച് ആ ഭാഗങ്ങളെല്ലാം തന്നെയുള്ള ഈ ആക്രി സാധനങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് അവിടെ കൂടി ഉള്ള ചെറിയ തീ കൂടി അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു അരമണിക്കൂറിനകം തന്നെ ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളതാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. കാരണം മെയിൻ സ്വിച്ച് ഉൾപ്പെടെ പൂർണ്ണമായും ഓഫാക്കിയാണ് ഇവർ പോയതെന്നാണ് ഈ സ്ഥാപന ഉടമകൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ രാത്രി കാലങ്ങളിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ആക്രിക്കടയായതിനാൽ തന്നെ അവിടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതെല്ലാം തന്നെ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് അഗ്നിരക്ഷാ സേന അടുത്ത മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും കടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വൃന്ദ, റിയാസ്, വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം ഈ ഒരു തീപിടുത്തത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഈ കെട്ടിടത്തിന്റെ ആക്രിക്കടയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഇത് തീ പടരുന്നത് കണ്ട് ഒരു ഭയാശങ്കയിൽ അദ്ദേഹം നേരെ ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയതാണ്. അതിനിടെ വീണ് അദ്ദേഹത്തിന്റെ നടുവിന് പരിക്കേറ്റിട്ടുണ്ട്. ഇതിന്റെ ഒരു വ്യാപ്തി, തീപിടുത്തത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നിലവിൽ നാശനഷ്ടം ഇത്ര കൃത്യമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഏകദേശം 10 ലക്ഷത്തോളമോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള ഒരു നാശനഷ്ടം ഈ തീപിടുത്തത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഉള്ള ഒരു ശ്രമം നടക്കുന്നു. തീ ഇപ്പോൾ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. ശരി റിയാസ്.